ആമേൻ. സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയും ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഒരുക്കിയ ദൈവകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പകലത്തെ ബദ്ധപ്പാടുകൾക്ക് ശേഷം അല്പസമയം ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് ദൈവവചനം ചിന്തിപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കിയല്ലോ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ, സന്തോഷത്തോടെ നമുക്ക് കർത്താവിന്റെ പാദങ്ങളിലായിരിക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, പിന്നെയും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയും ഞങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ അടുത്തു വരുന്നു. തിരുവചനങ്ങളെ ചിന്തിപ്പാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണം. തിരുവചനം ഉള്ളതിന് വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ പഠിപ്പിക്കുവാൻ കർത്താവടിനെ ബലപ്പെടുത്തണം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് അനുഗ്രഹമാക്കണം. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. വളരെ ശ്രദ്ധയോടെ ഇന്ന് രാത്രിയും ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൂതന്മാർ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. വേദപുസ്തകത്തിൽ ഉടനീളം ദൈവിക ദൂതന്മാരെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ദൂതന്മാരുടെ വിവിധ ശ്രേണികൾ, പ്രധാന ദൂതന്മാർ, അവരുടെ ജോലികൾ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ പ്രവർത്തനങ്ങൾ ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിനെതിരായിട്ടുള്ള ദൂതസഞ്ചയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട ദൂതന്മാർ, ഫാളൻ ഏഞ്ചൽസ്, ലൂസിഫറും അവന്റെ അനുയായികളും, പിന്നീട് ഭൂമിയിലേക്ക് സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ, അവരെങ്ങനെ ഭൂമിയെ വഷളാക്കി ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു. അവർക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്ത് ദൈവം അവരെ മാറ്റി നിർത്തിയിട്ടും മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചതുകൊണ്ട് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് എന്നേക്കുമുള്ള വിധിക്കായിട്ട് കാപ്പാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ദൂതന്മാർ പിന്നീട് സ്വർലോകങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മസേനകൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, ഇങ്ങനെയുള്ള ചില ഭൂതാത്മാക്കൾ, ദുരാത്മാക്കൾ ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ദൈവമക്കളെ കാത്തു സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ് ദൈവം തന്റെ വിശുദ്ധ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കുന്നത്. ഈ യാത്രയിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികൾ എന്ന് പറയുന്നത് ബെസസേൽ എന്ന് പറയുന്ന ദുഷ്ട ആത്മാവിന്റെ, സാത്താന്റെ കീഴിലുള്ള 5 പട്ടണങ്ങളായിരുന്നു അസ്കലോൻ, ഗസ, ഗത്ത്, അസ്തോദ്, എക്രോൻ. ഈ രാജ്യങ്ങളോട് ദൈവത്തിന് പ്രത്യേകമായ എതിർപ്പുണ്ടായിരുന്നു. അവരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയാണ് ഇസ്രയേലിനെ ദൈവം തെരഞ്ഞെടുത്തത്. അതുപോലെ സോർ രാജാവ്, അമ്മോര്യരുടെ രാജാവ്, ബാശാൻ രാജാവ്, ഇവരെല്ലാം മല്ലന്മാരുടെ ഗണത്തിൽപ്പെട്ടവരായിരുന്നു. മല്ലന്മാരെങ്ങനെ ഭൂമിയിൽ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു.
ആ മല്ലന്മാരെ എല്ലാം നശിപ്പിക്കുവാനാണ് ഇസ്രായേലിനെ ദൈവം ഏർപ്പെടുത്തിയത്. ബാശാൻ രാജാവായ ഓഗിനെ കുറിച്ച് നമ്മൾ വായിക്കുകയുണ്ടായി. മല്ലന്മാരുടെ കൂട്ടത്തിൽ അവൻ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഓരോ മല്ലന്മാരെയും ദൈവം ഇല്ലായ്മ ചെയ്തു. ഗോലിയാത്തിന്റെ സഹോദരന്മാരായ 4 മല്ലന്മാർ കൂടെ ഉണ്ടായിരുന്നു. ഈ 5 പേരെയും ഇസ്രായേൽ മക്കൾ നിഗ്രഹിച്ചു. അങ്ങനെ മല്ലന്മാരെയൊക്കെ ഇല്ലായ്മ ചെയ്തു. എന്നാൽ ഇന്ന് ഭൂതാത്മാക്കൾ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. ദൈവമക്കളുടെ യാത്രയിൽ അവരെ തകർത്ത് കളയുവാൻ പലതരത്തിലുള്ള കെണികൾ ഒരുക്കുന്നു. അതിൽ നിന്ന് വിടിവിക്കുവാൻ ദൈവം നമുക്ക് മുമ്പായി തൻ്റെ ദൂതന്മാരെ അയക്കുന്നു. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇത് വായിച്ച് ഇന്നത്തെ മീറ്റിംഗ് നമുക്കിങ്ങനെ ആരംഭിക്കാം. നിങ്ങൾ ദൈവവചനം അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്യുക കൂടെ വേണം. ബെരോവയിലുള്ളവരെ പോലെ അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്യണം. അതുകൊണ്ട് ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നോട്ട് ബുക്ക് ഉണ്ടായിരിക്കണം, പേന ഉണ്ടായിരിക്കണം, എഴുതിയെടുക്കണം. സംശയമുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കണം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. അടുത്ത വാക്യം കൂടെ. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം, അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല, എന്റെ നാമം അവനിലുണ്ട്. മതി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വേദഭാഗമാണത്. നീ അവനോട് വിഘടിക്കരുത്, നിങ്ങൾ അവന്റെ വാക്ക് ശ്രദ്ധിക്കണം. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദൈവമക്കൾക്ക് ഒരു സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്, ആത്മീക പോരാട്ടം. ഈ പോരാട്ടത്തിൽ നാം വിജയിക്കണമെങ്കിൽ ദൂതന്മാരുടെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ, കോളേജ് ജീവിതത്തിൽ, ജോലിയിടങ്ങളിൽ ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ഈ വാർഫെയറിൽ, പോരാട്ടത്തിൽ ജയിക്കുവാൻ കഴിഞ്ഞാൽ ദൂതന്മാരുടെ സഹായം നമുക്കുണ്ടെന്നർത്ഥം. ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പലപ്പോഴും നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്തത്, നമുക്ക് കുടിക്കാൻ പാടില്ലാത്തതൊക്കെ അവിടെ നിർബന്ധമായി നമ്മൾ ഉപയോഗിക്കേണ്ടതായി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെയൊക്കെ ആത്മീയ പോരാട്ടത്തിൽ നമ്മൾ ജയിച്ചു നിൽക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തിന് സഹായമുണ്ടെന്ന് മനസ്സിലാക്കുക. സ്കൂൾ ജീവിതത്തിൽ ഇന്ന് കോളേജിലും സ്കൂളിലും ഒക്കെ കുഞ്ഞുങ്ങളെ ഉപദേശത്തിലും ജീവിതത്തിലും വഴിതെറ്റിക്കുവാൻ പരിശ്രമിക്കുന്ന പലതരത്തിലുള്ള പോരാട്ടങ്ങൾ ഉണ്ട്. ഇങ്ങനെയുള്ള സ്പിരിച്വൽ വാർഫെയറിൽ വിജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ സാധ്യമല്ല. നമ്മോടൊപ്പം ദൈവം അയച്ചിരിക്കുന്ന ഈ ദൂതന്മാർ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ദൂതൻ നമ്മോടൊപ്പം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഉള്ള ചില സൈനുകൾ, ലക്ഷണങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ദൂതൻ നമ്മോടൊപ്പം ഉണ്ടോ? നമ്മൾ അവന്റെ വാക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? എങ്ങനെ ദൈവദൂതന്റെ ശബ്ദം ശ്രദ്ധിക്കാൻ പറ്റും? അത് കേട്ടെങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 30 വേഴ്സ് 21. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്നൊരു വാക്ക് പറയുന്നത് കേൾക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. അപ്പോൾ
ദൈവത്തിന്റെ ദൂതൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവശബ്ദം ശ്രവിക്കുവാൻ കഴിയും. ദൂതന്മാർ നമ്മളോട് സംസാരിക്കും. വേദപുസ്തകത്തിലുടനീളം പലയിടത്തും ദൈവദൂതന്മാർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൂതന്മാരുടെ സാന്നിധ്യം നമ്മോടൊപ്പം ഉള്ളപ്പോൾ നാം എങ്ങോട്ട് പോകണമെന്നറിയാതെ നട്ടം തിരിയുന്ന സാഹചര്യങ്ങളിൽ, മുന്നോട്ടുള്ള വഴി നമുക്ക് ദുർഘടമായി തോന്നുമ്പോൾ ദൈവദൂതന്റെ ശബ്ദം നാം ശ്രവിക്കണം. അതിനുവേണ്ടി നമ്മുടെ കാതുകളെ നമ്മൾ കൂർപ്പിക്കണം. നീ ശ്രദ്ധയോട് അവന്റെ വാക്ക് കേൾക്കണമെന്ന് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുകയുണ്ടായി. ദൈവത്തിന്റെ ദൂതൻ എന്ത് ആലോചന നമുക്ക് തരുന്നോ അത് ശ്രദ്ധിക്കണം. എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പല നിലകളിൽ ദൈവത്തിന്റെ ദൂതൻ നമ്മോട് ഇടപെടാം. നമ്മളൊരു വിഷയത്തിൽ വിഷമിച്ചിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് ദൈവദാസന്മാരിലൂടെ ആയിരിക്കാം. അടുത്ത ദിവസം നമ്മളൊരു ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കുന്ന വിഷയമായിരിക്കും ആ ദൈവദാസൻ അവിടെ സംസാരിക്കുന്നത്. നമുക്ക് വേണ്ടിയായിരിക്കും അന്നത്തെ ദൂത്. അതല്ലെങ്കിൽ നാം ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ അവരുടെ സാക്ഷ്യമായിരിക്കും നമ്മുടെ പ്രശ്നത്തിന്റെ മറുപടി. അതല്ലെങ്കിൽ ഒരാൾ ഒരു പാട്ട് പാടിയാൽ ആ പാട്ട് നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരമായിരിക്കാം. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥനയിൽ എടുത്തു ഉദ്ധരിച്ച വാക്കുകൾ ചിലപ്പോൾ നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരമായിരിക്കാം. ഇങ്ങനെ പല നിലകളിൽ ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നീ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കണം. ദൈവസന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നോട് സംസാരിക്കണമേ. അവിടുത്തെ ദൂതന്മാരുടെ ദിവ്യശബ്ദം എന്നെ കേൾപ്പിക്കണമേ. ദൈവശബ്ദം കേട്ട് സന്തോഷം പ്രാപിച്ച് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, ഹൃദയം നുറുങ്ങി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കും. തൻ്റെ ദൂതന്മാരിലൂടെ, തൻ്റെ ദാസന്മാരിലൂടെ വിവിധ നിലകളിൽ ദൈവം ഇടപെടും. എൻ്റെ ജീവിതത്തിൽ അനവധി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പോകുമ്പോൾ അതിനുവേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥനയിൽ ഒരു ദൈവദാസൻ കടന്നു വന്നു. എവിടെ നിന്നറിയില്ല, ഒരു പ്രായമുള്ള ദൈവദാസൻ കടന്നു വന്നു. അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം കൊടുത്തു. അദ്ദേഹം സംസാരിച്ചപ്പോൾ എന്നെ മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. എന്നിട്ട് ചില വാചകങ്ങൾ അനുഗ്രഹമായിട്ട് പറഞ്ഞു. നീ ലോകത്തിൽ എവിടെ കടന്നു പോയാലും കടന്നു പോകുന്ന എല്ലായിടങ്ങളിലും ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. നിന്നെ സഹായിപ്പാനും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാനും ഞാൻ അനേകരെ നിനക്ക് വേണ്ടി ഒരുക്കും. ഇങ്ങനെ കുറെ അനുഗ്രഹങ്ങൾ പറയുവാനിടയായി. നിന്നോട് ഇടപെടുന്ന ഏത് വ്യക്തികൾക്കും നിന്നോട് പ്രീതി തോന്നുവാനിടയാകും. ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ദേവദാസനെ പിന്നെ കണ്ടിട്ടില്ല, എവിടുന്ന് വന്നെന്നറിയത്തില്ല. എന്നാൽ അതൊരു വലിയ ദൈവിക ഇടപെടലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഉടനീളം അത് അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. കടന്നു ചെന്നിടത്തെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനിടയായി. പറഞ്ഞതുപോലെ അനേകം ആളുകൾ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഒരുക്കി. അങ്ങനെയുള്ള ദൈവിക ഇടപെടലുകൾ, ദൈവത്തിന്റെ ദൂതൻ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്, ഒരു സൈനാണ്. അപ്പോൾ ദൈവത്തിന്റെ
ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയും. രണ്ടാമത്, ചിലപ്പോൾ നമുക്ക് ചുറ്റും വലിയ പ്രകാശം ഉണ്ടായി എന്ന് വരാം. മിന്നുന്ന പ്രകാശം നമുക്ക് ചുറ്റുമുണ്ടാകാം, നമുക്ക് കാണാൻ പറ്റും. പൗലോസ് യാത്ര ചെയ്തു പോകുമ്പോൾ പെട്ടെന്നൊരു വെളിച്ചം അവനെ ചുറ്റിമിന്നി. അവൻ ആ വെളിച്ചത്തിൽ അവന്റെ കണ്ണഞ്ചിപ്പോയി, അവൻ തറയിൽ വീണു. എന്നിട്ട് അവനൊരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞുവിടാം. ശൗൽ ആ ശബ്ദം കേട്ടു, അവനോട് പറഞ്ഞതുപോലെ അവൻ ചെയ്തു. നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിലേക്ക് പോകാന്ന് പറഞ്ഞു. അവിടെ അനന്യാസ് എന്ന് പറയുന്ന ദൈവദാസന്റെ അടുത്ത് ചെന്നു. ദൈവദാസൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അവൻ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു മാനപാത്രമായി മാറി. ഇവിടെ നോക്കുക, ദൂതന്മാരുടെ ഇടപെടൽ കൊണ്ട് ദൂതന്മാർ നേരിട്ട് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ദൂതന്മാർ അങ്ങനെ സംസാരിക്കുന്നത്? നമ്മൾ ദൈവവചനം പറയുക എന്നുള്ളത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ദൂതന്മാർക്ക് അതിനുള്ള സാവകാശമില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ചർച്ചിൽ ചിന്തിച്ചതാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ തടവറയിൽ ചെന്ന് ദൈവദാസന്മാരെ വാതിലുകൾ അടച്ചിരിക്കെ അവിടെ ഇറക്കിക്കൊണ്ടുവന്നു. വെളിയിൽ വന്നിട്ട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ജനത്തോട് ഈ ജീവന്റെ വചനം പ്രസ്താവിക്കണം. അപ്പോൾ ജീവന്റെ വചനം മറ്റുള്ളവരോട് പറയുവാൻ ദൂതന്മാർക്ക് അവകാശമില്ല. എന്നാൽ നമുക്ക് ദൈവത്തിന്റെ വചനം മറ്റുള്ളവരോട് പറയുവാൻ, രക്ഷയുടെ ദൂതറിയിക്കുവാൻ ദൈവം അവസരം തന്നിരിക്കുക. അത് നമ്മൾ പോയി പറയണമെന്ന് ദൂതന്മാർ ദൈവദാസന്മാരോട് ഓർപ്പിക്കാം. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർണീലിയസ് ഒരു ശതാധിപനായിരുന്നു. ഇത്താലിക്ക എന്ന പട്ടാളത്തിലെ ശതാധിപൻ. അയാൾ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അതുകൊണ്ടൊരു ദൂതൻ അയാളുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, വളരെ ദാനം ചെയ്യുന്നവനായിരുന്നു, പല ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യൻ. ദൂതൻ അവിടെ ചെന്നിട്ട് അവരോട് പറയുന്നത്, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനുള്ള ദൂത് പാത്രോസ് ഇവിടെ വന്ന് നിങ്ങളോട് അറിയിക്കും. കടൽപ്പുറത്ത് തൊകൽ പണിക്കാരനായ ശിമോന്റെ വീട്ടിൽ ശിമോൻ പത്രോസ് എന്ന പേരുള്ള ഒരു ദൈവദാസൻ താമസമുണ്ട്. അവനെ വിളിച്ചുകൊണ്ട് വരണം. അവൻ വന്ന് നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനുള്ള ദൂത് നിന്നോട് സംസാരിക്കും. കാരണം രക്ഷ പ്രാപിപ്പാനുള്ള ദൂത്, രക്ഷയുടെ ദൂത് പറയുവാനുള്ള അവകാശം മനുഷ്യർക്കാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ദൈവദാസന്മാരെ ദൈവം ഏൽപ്പിച്ചിരിക്കുക. ദൂതന്മാർക്ക് അതിനുള്ള അവകാശവും സാവകാശവും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ദൂതർക്കും കൂടെ അവകാശം
ലഭ്യമാകാതുള്ള രക്ഷാദൂത് അറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതന്മാർക്ക് പോലും ഇല്ലാത്ത അവകാശമാണ് രക്ഷാദൂത് അറിയിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിന്റെ ദൂതന്മാർ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത്. നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നമുക്ക് വഴി പറഞ്ഞു തരും. വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആലോചന പറഞ്ഞു തന്ന് നമ്മെ വഴി നടത്തും. 2, നമുക്ക് ചുറ്റും പ്രകാശം മിന്നി എന്ന് വരാം. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റൂമിൽ വലിയ പ്രകാശം ഉണ്ടായെന്ന് വരാം. പോകുന്ന വഴിയിൽ വലിയ മിന്നൽ നമ്മൾ കണ്ടെന്ന് വരാം. നമ്മോട് സംസാരിക്കും, നമ്മളോട് ഇടപെടും. അങ്ങനെയാണ് ദൂതന്മാരുടെ ഇടപെടൽ. മൂന്നാമതായിട്ട്, ദൂതന്മാരുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയന്ന് വിറച്ചെന്ന് വരാം. പലപ്പോഴും ദൂതന്മാരെ കാണുമ്പോൾ ആളുകൾ ഭയന്നിട്ടുണ്ട്. അവര് മരിച്ചവരെ പോലെ ആയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തില് തനിക്ക് ഈ വെളിപ്പാടുകൾ കാണിച്ചു കൊടുത്ത ദൂതന്റെ മുമ്പിൽ അപ്പോസ്തലനായ യോഹന്നാൻ മരിച്ചവനെ പോലെയായി, ഭയന്നു വിറച്ചു. ദാനിയേലിന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദാനിയേൽ വിറച്ചുകൊണ്ട് സാഷ്ടാംഗം വീണു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം. അവിടെ എഴുതിയിരിക്കുന്നത്, ദാനിയേൽ ഭയന്ന് വിറയ്ക്കുവാനിടയായി. അവന്റെ ശരീരത്ത് ഭയങ്കര വേദനയുണ്ടായി, അതിവേദന അനുഭവപ്പെട്ടു. നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. വേദനപ്പെട്ട് ബലമില്ലാത്തവനായി തീർന്നു. അപ്പോൾ ദൂതൻ അവനെ തൊട്ടു. പ്രിയപുരുഷനായ ദാനിയേലേ, ഭയപ്പെടേണ്ട, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ് അവനെ ബലപ്പെടുത്തി. പലപ്പോഴും ദൈവദൂതന്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ നമ്മൾ ഭയന്ന് വിറച്ചെന്ന് വരാം, ഭയപ്പെട്ടു പോകും. അപ്പോഴൊക്കെയും ദൂതന്മാർ നമ്മളെ പറഞ്ഞ് ബലപ്പെടുത്തും. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ നന്മയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്, നമ്മളെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയല്ല. അതുകൊണ്ട് അവർ നമ്മളെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. നമുക്ക് ആവശ്യമുള്ളത് നൽകിത്തരും. ഭയന്ന് വിറച്ച് അതിവേദനയാൽ നിവർന്നു നിൽക്കാൻ കഴിവില്ലാതെ വല്ലാത്ത അവസ്ഥയിൽ ദാനിയേലായി പോയപ്പോൾ ദാനിയേലിനെ തൊട്ട് ബലപ്പെടുത്തുവാൻ ദൈവം തന്റെ ദൂതനെ കൊണ്ട് സഹായിച്ചു. ചിലപ്പോഴൊക്കെ നമ്മള് ദൈവ സാന്നിധ്യത്തിൽ ഭയന്ന് വിറച്ചെന്ന് വരാം, നമ്മുടെ ബലം നഷ്ടപ്പെട്ടെന്ന് വരാം. ആ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മളെ ബലപ്പെടുത്തി ശക്തീകരിക്കും. ഭക്ഷണമില്ലാതെ വാടി തളർന്നു കിടക്കുന്ന ദൈവദാസന്മാർക്ക് ദൈവം ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടക്കുമ്പോൾ ദൂതൻ വന്ന് അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് തിന്നുക,
നിനക്ക് ഈ ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അപ്പം കഴിച്ചു, വെള്ളം കുടിച്ചു, വീണ്ടും കിടന്നുറങ്ങി. രണ്ടാം പ്രാവശ്യവും ദൂതൻ വന്നവനെ തട്ടി ഉണർത്തി വീണ്ടും അവനെ ആഹാരം കൊടുത്ത് ബലപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായി ബലമില്ലാതെ തളർന്ന അവസരത്തിൽ നമ്മെ ബലപ്പെടുത്തുവാൻ ദൂതന്മാർക്ക് കഴിയും. യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ച് മരുഭൂമിയിലായിരിക്കുമ്പോൾ സാത്താൻ പരീക്ഷിക്കാൻ വേണ്ടി കടന്നു വന്നു. വിശക്കുന്നില്ലേ? കല്ല് അപ്പമാക്ക്, കഴിക്ക് എന്നൊക്കെ പറഞ്ഞു. സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് യേശു പറഞ്ഞവനെ ശാസിച്ചു. ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് കർത്താവിനെ ശുശ്രൂഷിച്ചു, ബലപ്പെടുത്തി. ഗത്സമന തോട്ടത്തിൽ വെച്ച് യേശു അതിവേദനയിലായി, പ്രാണവേദനയിലായപ്പോൾ അവന്റെ രക്തം വിയർപ്പ് തുള്ളികളായി തറയിൽ വീണു. ദൈവത്തിന്റെ ദൂതന്മാർ വന്നവനെ ശുശ്രൂഷിച്ചു. നമ്മൾ ബലമില്ലാത്തവരാകുമ്പോൾ, കഷ്ടതയിലാകുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മെ ശുശ്രൂഷിപ്പാൻ, ബലപ്പെടുത്തുവാൻ ദൂതന്മാർക്ക് കഴിയും. നോർത്ത് ഇന്ത്യയിൽ വെച്ച് എനിക്ക് സൺസ്ട്രോക്ക് ഉണ്ടായി. ഒരു സ്ഥലത്ത് ഞങ്ങൾ സുവിശേഷ പ്രവർത്തനത്തിന് കടന്നുപോയി. 3 ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം വലിയ ചൂടുകാലത്ത് മടങ്ങി വരുമ്പോൾ സൺസ്ട്രോക്ക് ഉണ്ടായി, ബോധമില്ലാതായി. ചില ദിവസങ്ങൾ ബോധമില്ലാതെ കിടന്നു. എന്നാൽ ഒരു ദൈവദൂതൻ എൻ്റെ അടുത്ത് വന്ന് എനിക്കൊരു പഴം കൊണ്ടുവന്ന് തന്നു. ഒരു ഫ്രൂട്ട്, സ്ട്രോബെറി പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ട്, ഒരു ആപ്പിളിനേക്കാൾ വലിപ്പമുള്ളത്. അത് 2ആയിട്ട് പിളർന്ന് ഇത് കഴിക്കാൻ പറഞ്ഞെനിക്ക് കൊണ്ടെത്തന്നു. ഞാൻ അതിനകത്ത് നോക്കി. ആകെ 3-4 അരിയേ ഉള്ളൂ അതിനകത്ത്, കറുത്ത അരികൾ. തോമയ്ക്ക പിളർക്കുന്ന പോലെ പിളർന്ന് അതിന്റെ അകത്ത് 3-4 അരികളുണ്ട്. ഞാൻ ആ അരി എടുത്ത് കളഞ്ഞിട്ട് അത് കഴിച്ചു. ചെറിയ മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്. എന്തെന്നറിയില്ല, ഇങ്ങനെ കണ്ടു. ഞാനത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബലമുണ്ടായി. ആ വലിയ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഇടയായിത്തീർന്നു. പലപ്പോഴും നമ്മൾ രോഗികളാകുമ്പോൾ, ക്ഷീണിതരാകുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. അവരെ അതിന് ദൈവം ചുമതലപ്പെടുത്തും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ദൈവത്തിന്റെ ദൂതന്മാർ എന്നോട് കൂടെയുണ്ട്, അവരെനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, ഞാൻ പറഞ്ഞല്ലോ ബലപ്പെടുത്തുവാൻ, ദൈവത്തിലെ ദൂതന്മാര് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 14. ന്യായാധിപന്മാർ, ജഡ്ജസ് 6:14. ന്യായാധിപന്മാർ 6:14. അവിടെ ഗിദെയോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഗിദെയോൻ മുന്തിരിച്ചക്കിനരികെ നിന്ന് ഗോതമ്പ് മെതിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെയുണ്ട്. അടുത്ത പറയുന്നത്, ഈ ബലത്തോടെ പോക. ശക്തിയില്ലാത്ത മനുഷ്യന്മാരെ, ബലമില്ലാത്ത മനുഷ്യന്മാരെ ബലപ്പെടുത്തുവാൻ
ദൈവത്തിന്റെ ദൂതന്മാർ കഴിയും. ഒരു കഴിവുമില്ലെന്ന് വിചാരിക്കുന്നവരെ നല്ല ശക്തന്മാരാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ ദൂതന്മാർക്ക് കഴിവുണ്ട്. പൈശാചികമായ ശക്തികളോട് എതിർത്ത് നിൽപ്പാൻ ദൈവം നമ്മളെ ശക്തീകരിക്കും. ആരോഗ്യമില്ലാത്ത, ബലമില്ലാത്ത, കഴിവില്ലാത്ത ദൈവദാസന്മാര്, ദൈവദാസിമാര്, അവരെയൊക്കെ ദൈവം ബലപ്പെടുത്തി കഴിയുമ്പോൾ അവരുടെ സൗണ്ടിനൊക്കെ അങ്ങ് വ്യത്യാസം വരും, അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വ്യത്യാസം വരും. ഗിദെയോൻ പറഞ്ഞു അവൻ കഴിവില്ലാത്തവനാണെന്ന്. പക്ഷേ നീ ഈ ബലത്തോടെ പോക എന്ന് പറഞ്ഞ് ദൂതൻ അവനെ അയക്കുമ്പോൾ അവൻ ശക്തനായി തീർന്നു. അവൻ ചെന്ന് അവന്റെ വീട്ടിലുണ്ടായിരുന്ന കാളയെ പിടിച്ച് യാഗമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ച് അവൻ ഇറങ്ങിത്തിരിച്ചു. ആൾക്കാരെല്ലാം കൂടെ കൂടി ഇവൻ ഈ വേണ്ടാതനം കാണിക്കുന്നു, അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് ചുറ്റും കൂടിയപ്പോൾ അവന്റെ അപ്പൻ പറഞ്ഞത്, ബാൽ ദൈവമെങ്കിൽ ബാൽ അവന് വേണ്ടി ബഹുകരിക്കട്ടെ, നമ്മളായിക്കൊണ്ടൊന്നും പറയാൻ പോകണ്ട. അങ്ങനെ ഗിദെയോൻ ശക്തിപ്പെട്ട് ഇസ്രയേലിനെ ന്യായപാലനം ചെയ്യുവാൻ ഇടയായി തീർന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ദാനിയേലിനെ ബലപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവൻ ദാനിയേലിനെ തൊട്ടു, ഭയപ്പെടേണ്ട, ബലപ്പെടാൻ പറഞ്ഞു. അവനെ ബലപ്പെടുത്തി. നമുക്ക് ദൂതന്റെ ഒരു സ്പർശനമുണ്ടായാൽ നമ്മൾ ബലപ്പെടുവാൻ ഇടയായിത്തീരും. പലപ്പോഴും ദൂതന്റെ ശബ്ദം കേട്ടാൽ നമ്മൾ ബലപ്പെടും. ദൂതന്റെ ഒരു സ്പർശനമുണ്ടായാൽ നമ്മൾ ബലപ്പെടും. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നിന്നിടുന്നു എന്ന പാട്ട് TP മാത്യു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുതുക. ആ ദൈവദാസനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന്റെ സഹോദരൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സൈഡിലേക്ക് മാറിക്കിടന്നു. ആ ബെഡിൽ മധ്യഭാഗത്തേക്ക് മാറ്റി കിടത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദൂതന്മാർ ആ സൈഡിൽ വന്ന് നിൽക്കുന്നു, എനിക്ക് അവരുടെ മുഖത്തോട്ട് നോക്കാൻ പറ്റുന്നില്ല, പ്രഭയാണ്, അതുകൊണ്ടാണ് ഞാൻ സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നത്. അന്ന് അദ്ദേഹം അവിടെ വെച്ചെഴുതിയ പാട്ടാണ്, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നത്. ദൂതന്മാർ വന്നു നിൽക്കുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ശൗലിനോട് ദൂതൻ സംസാരിച്ചത് കൂടെ നിന്നവരാരും കേട്ടില്ല. നമ്മളോട് ദൈവം ഇടപെടുന്നത്, ദൂതന്മാർ സംസാരിക്കുന്നത്, നമ്മോടൊപ്പമുള്ള ദൂതന്മാർ ഇടപെടുന്നത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളെ ഏത് നിലയിലാണ് ദൂതന്മാർ ബലപ്പെടുത്തുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഭക്ഷണമില്ലാത്തപ്പോൾ ഭക്ഷണം തന്നായിരിക്കാം. എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഞങ്ങൾക്കിവിടെ നമുക്കറിയാം, ഇവിടെ കരണ്ടൊക്കെ പോയി വലിയ ഫ്രീസിംഗ് ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞിനെ 1 വയസ്സ് മാത്രമേ ഉള്ളൂ. ഭക്ഷണമില്ലാതെ, മേടിക്കാൻ പോകാൻ നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടി വീട്ടിലിരിക്കുകയായിരുന്നു. മക്കളൊക്കെ ഹോസ്പിറ്റലായിരുന്നു.
ഇവിടെ വന്ന് ആരോ ബെല്ലടിച്ചു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ റൂമിന്റെ ഹാൻഡിലിൽ കൊണ്ടുവന്ന് ഒരു പൊതി തൂക്കിയിട്ടിട്ട് പോയിരിക്കുന്നു. ഞാൻ കഥ തുറന്നത് എടുത്തപ്പോൾ അത് പാന്ത എക്സ്പ്രസിന്റെയാണ്. അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കൊണ്ടുവന്ന ആളിന് അഡ്രസ്സ് തെറ്റിപ്പോയതാണ്, അതിപ്പോൾ തണുത്തു പോകത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചോ, വേറെ ആളിനെ അവർക്ക് ഞങ്ങൾ വേറെ കൊടുത്തു വിട്ടോളാം എന്ന് പറഞ്ഞു. അഡ്രസ്സ് തെറ്റിപ്പോയതാണ്. എങ്ങോട്ട് പോകണമെന്നറിയാതെ ഞങ്ങളിവിടെ വിഷമിച്ചിരുന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയൊക്കെയാണ്. ദൂതന്മാർക്ക് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം നിലകളിൽ ദൂതന്മാർ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, ആ അത്ഭുത പ്രവർത്തനങ്ങളെ നമ്മൾ ഓർക്കണം. അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നമ്മളെ വിടുവിക്കുവാൻ ദൂതന്മാർ പ്രവർത്തിക്കും. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്നു. സങ്കീർത്തനം 34:7, 91 സങ്കീർത്തനം 11 വാക്യം, 78 സങ്കീർത്തനം. ഇതൊക്കെ നമുക്ക് കാണാം. എത്ര അപകടങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. പലപ്പോഴും ആപത്തുകൾ, അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ശത്രു നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിച്ച സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടിയ വിടുതൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടപെടലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടത് ദൂതന്മാരുടെ ഇടപെടലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഡാളസിലെ ഒരു ദൈവദാസന്റെ മകനെ ആരോ 8 തവണ നിറയൊഴിച്ചെന്നാണ് വാർത്തയിലൊക്കെ വന്നിരുന്നത്. ഒന്നുപോലും അവന്റെ ദേഹത്ത് കൊള്ളാതെ അത്ഭുതമായിട്ട് ദൈവനെ വിടുവിച്ചു. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ദൈവദാസന്റെ മകനാണ്. ദൈവത്തിന്റെ അത്ഭുത കരം അവനോട് കൂടിരുന്നവനെ വിടുവിച്ചു. ഇങ്ങനെ ശത്രു ഏതെല്ലാം നിലയിൽ പ്രവർത്തിച്ചാലും ദൈവത്തിന്റെ ദൂതൻ നിന്നോട് കൂടി ഉണ്ടെങ്കിൽ നിനക്ക് അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടും. ഓർക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ദൈവത്തിന്റെ ദൂതന്റെ വാക്ക് കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം, അവനോട് വിഘടിക്കരുത്. മറ്റൊന്ന്, അശുദ്ധി നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കരുത്. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കും, ദൂതന്മാരെ നമുക്ക് കാവലിനായിട്ട് അയക്കും. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ദൂതന്മാരുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ലൈറ്റ് നമുക്ക് ചുറ്റും, അല്ലെങ്കിൽ നാം നിൽക്കുന്നിടത്ത് വലിയ പ്രകാശമുണ്ടായി, ആ നിലയിൽ ദൂതന്മാർ ഇടപെട്ടെന്ന് വരാം. ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഭയന്ന് വിറച്ച് ബലമില്ലാത്തവരായി പോയെന്ന് വരാം. നമ്മളെ ബലപ്പെടുത്തുവാൻ ദൂതന്മാർ ഇടപെടും. അപകടത്തിൽ നമ്മളെ വിടുവിക്കുവാൻ ദൂതന്മാരുടെ ഇടപെടൽ ഉണ്ടാകും. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ദൈവദൂതന്മാരുമായിട്ട് നമ്മൾ അടുത്തിടപെടുമ്പോൾ, ദൈവദൂതന്മാർ നമ്മോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചറൊക്കെ മാറും. ആത്മാവിൽ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചറൊക്കെ മാറി, AC കൂട്ടിയിട്ടേക്കുന്ന റൂമിലാണെങ്കിലും നമ്മൾക്ക് വിയർത്ത് ഒഴുകുവാൻ ഇടയാകും. ആ നിലയിൽ ശരീരത്തിന് ടെമ്പറേച്ചർ ഉയരുവാൻ ഇടയാകും. ചിലപ്പോൾ നമ്മൾ മരിച്ചവരെ പോലെ ആയിപ്പോകും. ചിലപ്പോൾ നമ്മുടെ സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന് വരാം ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം.
ഒരു പാവം പിടിച്ച ദൈവദാസൻ ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുകയായിരുന്നു. എലിസബത്തും സക്കറിയാവും. അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ട് അവർക്കൊരു കുഞ്ഞിനെ വാഗ്ദത്തം ചെയ്തു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ദൂതൻ സക്കറിയാവിനോട് പറഞ്ഞു. നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോവുകയാണ്. സക്കറിയാവ് പറഞ്ഞ മറുപടി, ഞാൻ വയസ്സനാണ്, എൻ്റെ ഭാര്യയും വയസ്സ് ചെന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞാൽ എങ്ങനെ അത് അംഗീകരിക്കും? അവിടുന്ന് സക്കറിയാവിന് ഒരു ശിക്ഷയുണ്ടായി. കുഞ്ഞുണ്ടാകുന്നത് വരെ സക്കറിയാവ് സംസാരിക്കാൻ കഴിയാത്തവനായിരുന്നു. ആദ്യം നമ്മൾ വായിച്ചു, നിനക്ക് മുമ്പായിട്ട് ഞാൻ ദൂതനെ അയക്കും, നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. ദൂതൻ പറയുന്നതിനൊന്നും എതിര് പറയാൻ പോകരുത്. ദൂതൻ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ആകട്ടെ എന്ന് പറയണം. നിനക്ക് നല്ലൊരു വീട് തരാൻ പോവാണെന്ന് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം. എനിക്ക് അങ്ങനെ നല്ല വീടിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് മതി എന്നൊന്നും പറയാൻ പാടില്ല. ദൂതൻ പറയുന്നതിനെ ലഘൂകരിക്കാനോ ക്രമീകരിക്കാനോ ഉള്ള അവകാശം നമുക്കില്ല. പറയുന്നത് കേട്ടാ മതി, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മതി. എത്ര വലിയ കാര്യമാണെങ്കിലും നടത്തി തരുവാൻ ദൈവത്തിന്റെ ദൂതന് കഴിയും. ഇപ്പൊ കേരളത്തില് വയനാട്ടിൽ ഭയങ്കര ദുരന്തമുണ്ടായി. മലയെല്ലാം ഇടിഞ്ഞു നിരന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, എത്ര ലക്ഷം രൂപ മുടക്കിയാലാണ് ആ മലയൊക്കെ ഇടിച്ചു നിരത്താൻ പറ്റുക? ആരെ കൊണ്ട് പറ്റും? പാറയാണെങ്കിലും മലയാണെങ്കിലും നിമിഷം കൊണ്ട് ഇടിച്ചു നിരത്താൻ ദൈവത്തിന് കഴിയത്തില്ല. ഞാൻ അതിന്റെ ദുരന്തവശമല്ല ചിന്തിക്കുന്നത്. അവൻ മലകളെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അത് പുകയുന്നു. ദൈവം ഒന്ന് തൊട്ടാൽ മതി, പർവ്വതസമമായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ദൈവത്തിന്റെ ദൂതന്മാർക്ക് അത്രമാത്രം ശക്തിയുണ്ട്. നമുക്കറിയാം, ഒരു ദൂതൻ ഒരു രാത്രി അശ്ശൂർ പാളയത്തിൽ ചെന്ന് അവന്റെ ചിറകനക്കിയതേ ഉള്ളൂ, 1,85,000 പേര് പെട്ടുപോയി. അത്ര ശക്തന്മാരാണ് ദൂതന്മാർ. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു എന്ന് തിരുവെഴുത്തിൽ 78 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ശക്തന്മാരാണ്. അവര് തിന്നുന്ന അപ്പത്തെ കുറിച്ചാണ് പറഞ്ഞത്. മന്ന കൊടുത്തിട്ട് പറയുകയാണ് മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നുന്നു. അപ്പോൾ ശക്തന്മാരായ ദൂതന്മാർ, അവരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെയുള്ള പല സംഭവ വികാസങ്ങളും ഉണ്ടാകാം. അടുത്ത ഒരു കാര്യം കൂടെ ഉള്ള ബന്ധം ചിന്തിക്കുകയാണ്. ദൈവദൂതൻ നമ്മുടെ അടുത്തുണ്ടെന്നുള്ളതിന്, നമ്മോട് ഇടപെടുന്നുണ്ടെന്നുള്ളതിന് മറ്റൊരു തെളിവ്, രാത്രി നമുക്ക് ദർശനങ്ങൾ നൽകുക, അരുളപ്പാടുകൾ അറിയിക്കുക. ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമ്മെ അറിയിക്കും. യെരുശലേമിൽ പോകണ്ട, സുവിശേഷം അറിയിക്കണ്ട എന്ന് ദൈവത്തിന്റെ ആത്മാവരെ വിലക്കി. പലയിടത്തും സുവിശേഷ പ്രവർത്തനത്തിന് പോയപ്പോൾ പൗലോസിനെ ശീലാസിനെയും ഒക്കെ ദൈവാത്മാവ് വിലക്കി, പോകണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ ദൈവാത്മാവ് നമ്മളെ വിലക്കും, എതിര് പറയും, അരുളപ്പാടുകൾ നമുക്ക് നൽകും, ഇങ്ങനെ ചെയ്യാൻ പറയും, ദർശനങ്ങൾ നൽകും. എങ്ങനെയാ ദർശനങ്ങൾ നൽകുന്നത്? ദാനിയേൽ ദർശനങ്ങൾ കണ്ടതുപോലെ, എസെക്കിയേൽ ദർശനങ്ങൾ കണ്ടതുപോലെ, പത്രോസ് ദർശനം കണ്ടതുപോലെ, പൗലോസ് ദർശനം കണ്ടതുപോലെ വെളിപ്പാടുകൾ ദൈവം നൽകും.
യോഹന്നാനുണ്ടായ വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം. ഇതുപോലെ പൗലോസിനുണ്ടായ വെളിപ്പാട്, പത്രോസിനുണ്ടായ വെളിപ്പാട്, ഇങ്ങനെ പല ബുക്കുകൾ യഹൂദന്മാരുടെ ഇടയിലുണ്ട്. അതെല്ലാം ബൈബിളിൽ ചേർത്തിട്ടില്ല. പത്രോസിന്റെ വെളിപ്പാടിനെ കുറിച്ച് ഒരു വെളിപ്പാട് മാത്രം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 4 കോണും കെട്ടിയിറക്കിയ ഒരു തുപ്പട്ടി, അതിൽ എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. അറുത്ത് തിന്നുക എന്ന് പറഞ്ഞ് പത്രോസിനോട് പറയുന്നു. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരായി തീരുന്നു എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി കൊടുത്ത വെളിപ്പാടായിരുന്നു. പൗലൂസിന്റെ വെളിപ്പാട് എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 14 ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, അവിടെ ഞാൻ മനുഷ്യർക്ക് സംസാരിച്ചു കൂടാൻ പറ്റാത്ത ഭാഷ കേട്ടു. അപ്പോൾ ഇവർക്കൊക്കെ നല്ല വെളിപ്പാടുകൾ, ദർശനങ്ങൾ ദൈവം നൽകിയിരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ ജീവിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമകൾക്ക് രാത്രി ദർശനങ്ങളിൽ ദൈവം അരുളപ്പാടുകൾ അറിയിക്കും. യൗസേപ്പിന് ദൈവം അരുളപ്പാടുകൾ കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർന്നീലിയസിന് ദൈവം അരുളപ്പാടുകൾ കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, നീ മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ഭയപ്പെടേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ 13-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, നീ കുഞ്ഞിനെ അമ്മയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകുക. ഇതെല്ലാം ദർശനത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ കൊടുക്കുന്ന അരുളപ്പാടുകളാണ്. നാളുകളായി രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കൾ എത്രയെത്ര ദർശനങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന ദൈവമക്കൾ മിക്കവരും ദൈവശബ്ദം കേട്ടിട്ടുള്ളവരും ദൈവിക ദർശനം പ്രാപിച്ചിട്ടുള്ളവരുമാണെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഇന്ന് മുതൽ അതിനായിട്ട് കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കർത്താവെ, ദിവ്യ ദർശനങ്ങൾ എനിക്ക് നൽകണമേ, കർത്താവിന്റെ ദിവ്യശബ്ദം എന്നെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു വേണം രാത്രി കിടന്നുറങ്ങുവാൻ. രാത്രി ദൈവം നല്ല ദർശനങ്ങൾ നമുക്ക് നൽകും. ദൈവത്തിന്റെ ഇമ്പശബ്ദം കേൾപ്പാൻ നമുക്കിടയായിത്തീരും. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളതിന്റെ സൈനുകളാണ് ഞാൻ പറഞ്ഞത്. 1, ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. 2, ലൈറ്റ് നമുക്ക് ചുറ്റും മിന്നിയെന്ന് വരാം. 3, നാം ഭയന്ന് വിറയ്ക്കുവാനിടയായിത്തീരും ദൈവദൂതന്റെ ദർശനവും ഇടപെടലും ഉണ്ടാകുമ്പോൾ. 4, ദൈവദൂതന്മാർ നമ്മളെ ബലപ്പെടുത്തുവാനിടയായിത്തീരും. ശക്തിയില്ലാതിരിക്കുമ്പോൾ ബലപ്പെട്ടിട്ട് അനവധി കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ശക്തന്മാരാകും. 5, അപകടങ്ങളിൽ നിന്നുള്ള വിടുതല്, ശത്രുവിന്റെ കയ്യിൽ നിന്നുള്ള വിടുതല്. അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സമയ ചുരുക്കത്താൽ ഇപ്പോൾ ഞാനത് ഓർപ്പിക്കുന്നില്ല. പിന്നീട് നമുക്ക് സമയമുള്ളപ്പോൾ ചിന്തിക്കാം. അടുത്തത് 6-ാമത്തേത്, നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നു. നമുക്ക് അത്യുഷ്ണമുണ്ടാകും ചിലപ്പോൾ. ആ നിലയിലൊക്കെ ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 7-ാമത്, ദിവ്യ ദർശനങ്ങൾ ദൈവം നമുക്ക് നൽകും, അരുളപ്പാടുകൾ നമുക്ക് നൽകിത്തരും. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകും. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൂതന്മാരുടെ ദിവ്യമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടായി അനുഗ്രഹിക്കപ്പെട്ടൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്നവരെങ്കിലും ദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കാഴ്ചപ്പാടിൽ രക്ഷിക്കപ്പെടാത്ത
ദൈവകൃപയില്ലാത്ത കൊർനെല്യോസിന് ദൈവത്തിന്റെ ദൂതന്റെ ദർശനമുണ്ടായി. ഹാഗാറിന് ദൈവത്തിന്റെ ദൂതന്റെ ദർശനമുണ്ടായി. ഇടപെടലുണ്ടായി. ദൈവശബ്ദം കേൾപ്പാനിടയായി. ഇന്നു മുതൽ ദൈവദൂതന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവെ, ദൂതന്മാരുടെ സാന്നിധ്യവും ശബ്ദവും എന്നെ കേൾപ്പിച്ച് ഓരോ ദിവസവും അവിടുത്തെ ഇഷ്ടപ്രകാരം എന്നെ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ചയിൽ ദൂതന്മാർ വിടുവിക്കുന്ന വിധത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവമായ കർത്താവെ അനുഗ്രഹിക്കുമാറാകട്ടെ.